സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് സെമി ഫൈനൽ വൺ ഓഫ് ദി ബെസ്റ്റ് മാച്ചസ് ആയിരിക്കും വരാൻ പോകുന്നത്. അവിടേക്ക് സ്പെയിൻ എത്തിയിരിക്കുന്നത് ബെൽജിയത്തിനെ തോൽപ്പിച്ചിട്ടാണ്. അതിന്റെ ടാക്ടിക്കൽ അനാലിസിസിലേക്കും ഡയറക്റ്റ് ആയിട്ട് പോകും. ബെൽജിയത്തിൽ തന്നെ തുടങ്ങാം. ഒരു 4-2-3-1 എന്നുള്ള ഷേപ്പിലേക്ക് ബെൽജിയം അണിനിരക്കുമ്പോൾ അവർ ഒരു റൈറ്റ് ഹാൻഡ് സൈഡ് ഓവർലോഡ് ചെയ്യാനായിട്ട് വളരെയധികം ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതെന്തിനാന്ന് മനസ്സിലായോ? അവർ ഏറ്റവും വലിയ അറ്റാക്കിംഗ് ത്രെറ്റ് ആണ് ഡോക്കു എന്നുള്ളത്. കെവിൻ ഡിബ്രോയിന ഒരു കിഡിലൻ പ്ലേ മേക്കർ ആണെങ്കിലും 1v1 ത്രെറ്റ് കൊടുക്കാനും ഐസൊലേഷൻസ് പിടിച്ചു കൊടുക്കേണ്ടതും ഡോക്കുവിനാണെന്നുള്ള ബോധം പെർഫെക്റ്റ്ലി മാനേജർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇവർ ചെയ്തിരുന്നത് ആ ഒരു റൈറ്റ് ഫുൾ ബാക്കിന്, അതായത് ബാക്ക് ഫോറിലുള്ള റൈറ്റ് ഫുൾ ബാക്കിന് മുകളിലേക്ക് പുഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു ബെൽജിയം ചെയ്തിരുന്നത്. ഇതെങ്ങനെയാണ് വർക്ക് ആവുക? ഒരു 3 or 4 പ്ലേയേഴ്സ് ആ ഒരു ക്ലസ്റ്റർ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഓവർലോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതുകൊണ്ട് തന്നെ അലക്സ് ബാനയ്ക്ക് വളരെയധികം പിന്നിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് ഡിഫൻസ് ലൈനെ ഹെൽപ്പ് ചെയ്യേണ്ടി വരുന്നു. ആ ഒരു ഓവർലോഡ് അവിടെ ഉള്ളതുകൊണ്ട് അവർക്ക് ഈ പറയുന്ന ഹാഫ് സ്പേസസ് ഒക്കെ ത്രെറ്റ് കൊടുക്കാനും അവിടെ നിന്ന് ക്രോസസ് ഒക്കെ കൊടുക്കാനും ഇവർക്ക് സാധിച്ചിരുന്നു. ഒരു ക്രോസിലൂടെയാണ് ഈ പറയുന്ന ബെൽജിയം സ്കോർ ചെയ്യുന്നതും. പക്ഷേ ക്രോസസിനേക്കാൾ ഉപരി ഏറ്റവും അധികം ത്രെറ്റ് എന്ന് പറയുന്നത് ഡോക്കൂൻ ഈ പറയുന്ന സ്വിച്ച് ഓഫ് പ്ലേസ് നടന്നിട്ട് ഡോക്കൂനിലേക്ക് 1v1 എത്തിപ്പെടാൻ എന്നുള്ളതായിരുന്നു. ഈ ഡോക്കൂനെ ഡീൽ ചെയ്യാനായിട്ട് ഏറ്റവും വലിയൊരു ചോദ്യമായിരുന്നു ലമീൻ യമാൽ ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് ഫുൾ ബാക്കിനെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത്. എന്തായിരിക്കും സ്പെയിൻ്റെ സ്ട്രാറ്റജി എന്നുള്ളത്. പക്ഷേ സ്പെയിൻ എന്താ ചെയ്യണത്? ബാലൻഡോർ മിഡ്ഫീൽഡർ ആയിട്ടുള്ള റോഡ്രി വളരെ അധികം ഈ പറയുന്ന പോലെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഫുൾ ബാക്കിൻ്റെ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ സോണിലേക്ക് പോകുന്നു. ഇന്നലെ കിഡിലനായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ഡിഫെൻസീവ്ലിയും ഒഫൻസീവ്ലിയും റോഡ്രി കാഴ്ചവെച്ചിരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഈ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുക എന്നുള്ളതായിരുന്നു. കാരണം സെൻട്രൽ സോൺസിൽ ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ആ ഒരു പ്ലെയർ പുറത്തേക്കുള്ള സോണിലേക്ക് വന്നിട്ട് ഈവൻ ഫുൾ ബാക്സ് വരുമ്പോൾ പോലും, അതായത് ബെൽജിയത്തിൻ്റെ ഫുൾ ബാക്ക് വന്നിട്ട് ഓവർലോഡ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പോലും ആ റണ്ണുകൾ ട്രാക്ക് ചെയ്യാനും ആ ഒരു ഓവർലോഡ്സിനെ ഡീൽ ചെയ്യാനായിട്ടും സ്പെയിനിന് സാധിച്ചിരുന്നു. പിന്നെ അറിയാലോ, ഡോക്കു എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ഡ്രിബ്ലേഴ്സിൽ ഒരു പ്ലെയറാണ്. സോ ഡോക്കുവിനെ ഷട്ട് ഡൗൺ ചെയ്യാനായിട്ട് ഈ പറയുന്ന റൈറ്റ് ബാക്ക് ആയിട്ടുള്ള പെഡ്രോ പോറയ്ക്കും റോഡ്രിക്കും ഇന്നലെ സാധിച്ചിരുന്നു. ഇനി സ്പെയിൻ ആകട്ടെ എങ്ങനെയാണ് ബെൽജിയത്തിനെ ഡോമിനേറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. അറൌണ്ട് 70% പൊസിഷൻ അവർക്ക് കീപ്പ് ചെയ്യാൻ സാധിച്ചിരുന്നു. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻ പൊസിഷനിൽ ബെൽജിയത്തിന് കൂടുതലൊന്നും കാണിച്ചു കൂട്ടാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം കയ്യിൽ പോലില്ല. വളരെ ക്ലീഷായിട്ട് തോന്നുന്നൊരു കാര്യമാണ്. പക്ഷേ പൊസിഷൻ വയ്ക്കുമ്പോൾ അത് ഡിഫെൻസീവ്ലിയും നമ്മളെ ഇൻഡയറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യും. സ്പെയിൻ്റെ ഷേപ്പിലേക്ക് വരുമ്പോഴേ ഒരു 4-2-3-1 എന്നുള്ള കൺവെൻഷണൽ ഷേപ്പിലേക്കാണ് സ്പെയിൻ പോകുന്നത്. അതിൽ ലാപ്പോർട്ടും കുബാസിയും സെൻറ്റർ ബാക്സ് ആയിട്ട് വരുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ബേസിൽ 2 പ്ലേയേഴ്സ് ഫാബിയൻ റൂയിസും റോഡ്രിയും വരുന്നു. ഏറ്റവും അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡർ സോൺസിൽ വളരെയധികം കണക്റ്റഡ് ആയിരുന്നു സ്പെയിൻ്റെ സ്ട്രക്ചർ എന്നുള്ളതാണ്. ഈ ഒരു കണക്റ്റഡ് സ്ട്രക്ചറിലൂടെ ഇവർക്ക് വൈഡർ ചാനൽസിൽ മാച്ചപ്സും ഓവർലോഡ്സും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ്രി വളരെയധികം ഈ സോണിലേക്ക് ക്ലോസ് ആയിട്ട് വരുന്നു ഫുൾ ബാക്സിനെ സപ്പോർട്ട് ചെയ്യാൻ. ഇതോടൊപ്പം തന്നെ നമ്പർ 10 പൊസിഷൻ കൊടുക്കുന്ന ഡാനി ഓൾമോ റൈറ്റ് ഹാഫ് സ്പേസസിലേക്ക് വന്നിട്ട് ലമീൻ യമാലിനെയും അല്ലെങ്കിൽ ആ ഒരു സോണിൽ സപ്പോർട്ടായിട്ട് പോകുന്നു. അപ്പോൾ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ഈ പറയുന്ന പ്ലെയേഴ്സ് അവിടെ വരികയാണ്. ഇതിനെ ബെൽജിയം കൗണ്ടർ ചെയ്യുന്നത് ക്ലോസ് ആയിട്ട് ലമീൻ യമാലിനെയും ഡാനി ഓൾമോനെയും ഈവൻ റോഡ്രിനെയും മാൻ മാർക്ക് ചെയ്തുകൊണ്ട് ടൈറ്റ് ആയിട്ട് ആ സ്പേസ് ക്ലോസ് ഡൗൺ ചെയ്യുന്നുള്ളതാണ്. പക്ഷേ സ്പെയിനെ സംബന്ധിച്ചിട്ട് അത് ബ്രേക്ക് ചെയ്യാനായിട്ട് അധികം നേരമൊന്നും വേണ്ടി വന്നിരുന്നില്ല. കാരണം ഡിസ്ട്രിബ്യൂഷനിൽ സെന്റർ ബാക്സിന്റെ പേരുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ മുൻനിരയിൽ നിർത്താൻ പറ്റുന്ന ഒരു ടീനേജർ ഉണ്ട്. അതാണ് കുബാർസി എന്ന് പറയുന്നത്. കിടിലനായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ലൈൻ ബ്രേക്കിംഗ് പാസസ് കൊടുക്കാനായിട്ട് ഇന്നലെ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു കുബാർസി കാഴ്ചവെച്ചിരുന്നത്. ഇതെങ്ങനെയാണ് സ്പെയിൻ ചെയ്തിരുന്നത്? കുറച്ചുകൂടെ ടാക്ടിക്കലായിട്ട് ഞാൻ ഒരു ഇൻസൈറ്റ് തരാം. ഒരു 4-4-2 എന്നുള്ള ഡിഫെൻസീവ് ഷേപ്പിലാണ് ബെൽജിയം ഇന്നലെ ഇരുന്നിരുന്നത്. ആ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് 2ന്റെ പ്രഷറിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് പ്രോഗ്രസീവ് ക്യാരീസ് ആയിട്ട് കുബാർസി സ്റ്റാർട്ട് ചെയ്തിരുന്നു. അങ്ങനെ ആ ഒരു പ്രഷർ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സ്ട്രക്ചറിലേക്ക് നോക്കുക. ആ ഒരു ബാക്ക് ഫോറിൽ നിന്നിട്ട് ഒരു സെന്റർ ബാക്ക് ഡാനി ഓൾമോനെ ഫോളോ ചെയ്ത് വന്നിരിക്കുകയാണ്. ഫുൾ ബാക്കിനെ ആവട്ടെ ലമീൻ യമാൽ പിൻ ചെയ്തിട്ടുണ്ട്. ഡോക്കു ഫുൾ ബാക്ക് ആയിട്ടുള്ള പെഡ്രോ പോറയിലേക്ക് പാസ് വന്നു കഴിഞ്ഞാൽ ജമ്പ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നു. റോഡ്രിനെ ക്ലോസ് ആയിട്ട് മാർക്ക് ചെയ്യുന്ന വേറെ മിഡ്ഫീൽഡറെ നമുക്ക് അവിടെ കാണാം. സോ ഇങ്ങനെ ഒരു സ്ട്രക്ചറിൽ ഒയർസബാൽ കൂടെ ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് അവിടെ റിസീവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് മാറുകയാണ്. അതോടൊപ്പം എന്താ സംഭവിക്കുക? ആ രണ്ടാമത്തെ സെൻറ്റർ ബാക്കും അതായത് റൈറ്റ് സെൻറ്റർ ബാക്കും ബെൽജിയത്തിന് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് ഫോളോ ചെയ്യേണ്ടി വരുന്നു. അത് സ്പോട്ട് ചെയ്തിട്ട് കിഡിലനായിട്ടുള്ളൊരു ഡയഗണൽ കൊടുക്കാനായിട്ട് ഒന്നല്ല പല ഡയഗണൽസ് ഇന്നലെ പ്ലേ ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ നോക്കി കഴിഞ്ഞാൽ ആ ഡയഗണൽ കൊടുക്കാനായിട്ട് കുബാസിക്ക് സാധിക്കുന്നു. അപ്പോൾ ഈ ബെൽജിയത്തിൻ്റെ ബാക്ക് ലൈൻ്റെ ഷേപ്പ് നോക്കിയേ, 2 സെൻറ്റർ ബാക്സും ഡ്രോണിനാണ്. ഈ പറയുന്ന ഐസൊലേഷൻസ് അവിടെ അലക്സ് ബാനയ്ക്ക് കിട്ടുന്നുണ്ട് ഫാർ സോണിൽ. ഇവിടെ ലമീൻ യമാലിനായാലും ഇൻ ബിഹൈൻഡ് റണ്ണുകൾ വേണമെങ്കിൽ നടത്താം ആ ഒരു സ്പേസിലേക്ക്. ഇവിടെയാണ് എനിക്ക് തോന്നുന്നത് നിക്കോ വില്യംസിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം സ്പെയിൻ ഉണ്ടെന്നുള്ളത്. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവിടെ നിക്കോ വില്യംസ് ആണെന്നുണ്ടെങ്കിൽ അവരൊരു ഡെഡ്ലി സിറ്റുവേഷൻ ആയിട്ട് സ്പെയിനത് മാറും. കാരണം 1v1 എക്സൽ ചെയ്യുന്ന പ്ലെയറാണ്. അലക്സ് ബാന മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ കുറച്ചും കൂടി ആ ഒരു ഡയറക്ട്നെസ് ഈ പറയുന്ന ഫുള്ളി ഫിറ്റ് ആയിട്ടുള്ള നിക്കോ വില്യംസിനുണ്ട്. അതുകൊണ്ട് തന്നെ അലക്സ് ബാനയ്ക്ക് സപ്പോർട്ടായിട്ട് ഓവർലാപ്സ് ആയിട്ട് കുക്കറായി വരുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എന്തുകൊണ്ടാണ് സ്പെയിന് സ്കോർ ചെയ്യാൻ പറ്റാത്തത്? അതിന് ഈ പറയുന്ന ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് സ്പെയിൻ്റെ എന്ന് പറയുന്നത് ലെങ്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട്
ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബാക്ക് ലൈൻ സ്ട്രെച്ച് ചെയ്യാനായിട്ട് നമ്പർ 9 അല്ലെങ്കിൽ ആ ഒരു സെൻട്രൽ സ്ട്രൈക്കർ ഇല്ല എന്നുള്ളതാണ്. കാരണം ഡാനി ഓൾമോ ബോക്സിൽ ഒരു ത്രെറ്റ് ആണെങ്കിലും ഒട്ടുമിക്ക സാഹചര്യങ്ങളിലും ഒരു കട്ട് ബാക്കിന് വേണ്ടിയിട്ടാണ് ഡാനി ഓൾമോ പൊസിഷൻ ചെയ്യാറ്. പിന്നീടുള്ള ഒയർസബാൽ ഈ പറയുന്ന പോലെ ഡ്രോപ്പ് ചെയ്ത് വരുന്ന ഒയർസബാൽ അത്രയും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു പ്ലെയർ അല്ലാത്തതിനാൽ ഒയർസബാലിനും അടുത്തിപ്പെടാനായിട്ട് പ്രോപ്പറായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ഈ പറയുന്ന പോലെ ആ ഒരു ബാക്ക് ലൈൻ്റെ അക്രോസ് ഫിസ് ചെയ്തിട്ടൊരു ബോൾ കൊടുക്കുമ്പോൾ അതിന് ഫിനിഷ് ചെയ്യാനായിട്ട് ഒരു പ്ലെയർ സ്പെയിൻ ഇല്ലാതാവുന്നു. അതുകൊണ്ട് തന്നെ അറൗണ്ട് ദ ബ്ലോക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോഴും പല സാഹചര്യങ്ങളിലും സ്പെയിനിന് കട്ട് ബാക്സിന് ശ്രമിക്കേണ്ട വരാറുണ്ട്. ഇത് മാത്രമൊന്നല്ല കാരണം, പക്ഷേ അൾട്ടിമേറ്റ്ലി സ്പെയിൻ സ്കോർ ചെയ്തു 2-1 എന്നുള്ള സ്കോർ ലൈനിന് വിജയിച്ചിരിക്കുന്നത്. അവർ സെമി ഫൈനൽസിൽ എത്തുകയും ചെയ്തു. അതിനെക്കുറിച്ച് വല്ലാതെ എംഫസൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഇതോടൊപ്പം അവർ ഏരിയൽ ത്രെറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനുള്ള പ്രൊഫൈൽസും അവർക്കൊക്കെ സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഈ മെറീനോ ഒക്കെ പറയുന്ന പോലെ ഫാബിയൻ റൂയിസ് ആയാലും മെറീനോ ഒക്കെ ആയാലും ടോളായിട്ടുള്ള പ്ലേയേഴ്സാണ്, ബോക്സിൽ ത്രെറ്റ് കൊടുക്കാൻ പറ്റുന്ന പ്ലേയേഴ്സൊക്കെയാണ്. സോ അത് എത്രത്തോളം ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന ഫ്രാൻസിനെതിരെയുള്ള മത്സരങ്ങളിൽ നമുക്ക് നോക്കി കാണാം. ഇത്രയും ക്ലോസ് പ്രോക്സിമിറ്റിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ കൗണ്ടർ പ്രസ് ചെയ്യാനും സ്പെയിനിന് വളരെയധികം കാര്യങ്ങൾ എളുപ്പമായിരുന്നു. ഡോക്കു സ്റ്റിൽ ത്രെറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു ഷേപ്പിലേക്ക് വന്ന് ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ബ്ലോക്കിലേക്ക് ഇരിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു റിക്കവറി നടത്താനായിട്ട് സ്പെയിനെ കൊണ്ട് എത്രയും പെട്ടെന്ന് സാധിക്കുന്നുണ്ട്. അത് മറ്റു പല ടീമുകൾക്കും സാധിക്കാത്തൊരു കാര്യമാണ്. സ്പെയിനിൻ്റെ മിഡ്ഫീൽഡേഴ്സിൻ്റെ വർക്ക് റേറ്റ് എടുത്തു നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സ്പെയിൻ ഷേപ്പിലേക്ക് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഡിഫെൻസീവ് ഡ്യൂട്ടീസിനെ അത്രയും അധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. ഇതോടൊപ്പം ഈ പറയുന്ന പോലെ ബെൽജിയം വളരെ പാസീവായിട്ട് തോന്നി കൗണ്ടർ അറ്റാക്സിൽ. അവർക്ക് ഡോക്കു എന്നുള്ളതൊരു ആശ്രയം ഉണ്ടായിരുന്നെങ്കിലും മറ്റ് പ്ലേയേഴ്സിലൂടെ കൗണ്ടർ അറ്റാക്സ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റിയിരുന്നില്ല പ്രോപ്പറായിട്ട്. ഇനി സക്സസ്ഫുൾ ആയിട്ട് കൗണ്ടർ അറ്റാക്സ് നടന്നിരുന്നപ്പോഴോ സ്പെയിൻ്റെ ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു മിഡ്ഫീൽഡ് 3 ഏതാ റിക്കവറി എന്നുള്ളത് എത്രയും പെട്ടെന്ന് ഡിഫെൻസീവ് ട്രാൻസിഷനിലേക്ക് പോയി ആ ഒരു റിക്കവറി നടത്തി ഷോട്ടുകൾ ബ്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഡിഫൻസ് ലൈനെ സപ്പോർട്ട് ചെയ്യാനോ ആയിട്ടോ ഈ ഒരു മിഡ്ഫീൽഡ് 3 ഉണ്ടായിരുന്നു. ഈ ഡാനി ഓൾമോനൊക്കെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതിൽ. കാരണം അത്രയും അധികം ഫോർവേഡിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു പ്ലെയറാണ്. അദ്ദേഹത്തിനെ കൊണ്ട് ഈ പറയുന്ന പോലെ ഡിഫെൻസീവ് ഡ്യൂട്ടീസിൽ ട്രാക്ക് ബാക്ക് ചെയ്ത് വരിക എന്നുള്ളത് വളരെയധികം എളുപ്പമല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഇന്നലത്തെ ഒരു ഗെയിമിൽ അദ്ദേഹം അത് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഡാനി ഓൾമോയുടെ ഹീറ്റ് മാപ്പ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം എത്രത്തോളം ആ ഒരു റൈറ്റ് സൈഡിലേക്ക് അട്രാക്റ്റഡ് ആയിരുന്നു എന്നുള്ളത്. ഇതേപോലെ തന്നെയായിരുന്നു ഒയർസബാലിൻ്റെ ഹീറ്റ് മാപ്പ് എടുത്ത് നോക്കിയാൽ കാണാം അപ്പുറത്തെ സൈഡിലേക്ക് അത്രയും അധികം അട്രാക്റ്റഡ് ആവുന്നത്. ഈ ഓപ്പോസിറ്റ് സൈഡിൽ എന്തിനാ ഈ പറയുന്ന പോലെ പ്ലേയേഴ്സ് പോകുന്നത്? അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കുക്കറയെ വീഴ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നു, അവിടെ നിന്ന് കമ്പേൺ ചെയ്യാനായിട്ടും കുക്കറയെ ഇൻ ബിഹൈൻഡ് കളിക്കാനൊക്കെ ആയിട്ട് പറ്റും. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ക്വിക്ക് ആയിട്ടുള്ള സ്വിച്ചസ് നടത്തി ലമീൻ യമാലിന് ഐസൊലേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അങ്ങനെ 1v1സോ 2v2സോ കൊടുക്കുമ്പോൾ പെഡ്രോ പോറയ്ക്കും ലമീൻ യമാലിനും ബിഹൈൻഡ് ദ സ്പേസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് സ്പെയിൻ അവരുടെ ആദ്യത്തെ ഗോളിലേക്ക് എത്തിപ്പെടുന്നത്. ഇതോടൊപ്പം കുബാസിയുടെ ഡിസ്ട്രിബ്യൂഷനും കൂടി ആവുമ്പോൾ സ്പെയിൻ കംപ്ലീറ്റ്ലി ഡോമിനൻ്റ് ആവാണ് ബെൽജിയത്തിനെതിരെ. കുബാസി എടുക്കുന്ന ഷോട്ടിൽ നിന്നിട്ട് റീബൗണ്ട് മെറീനോ ക്യാപിറ്റലൈസ് ചെയ്തിട്ടാണ് അവിടെ സ്കോർ ചെയ്യുന്നത് സ്പെയിൻ്റെ വിന്നർ. പക്ഷെ എന്നിരുന്നാലും ഈ പറയുന്ന പോലെ ഏറ്റവും വലിയൊരു ടഫ് ടാസ്ക് ആയിരിക്കും ഫ്രാൻസിനെതിരെയുള്ള മത്സരം എന്നുള്ളത്. ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള മത്സരമായിരിക്കും. ടാക്ടിക്കലി എങ്ങനെയായിരിക്കും മത്സരത്തിനെ വീക്ഷിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പ്രീ മാച്ച് അനാലിസിസിലൂടെ അറിയാവുന്നതാണ്. എന്നാലും വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളുടെ ജേർണിയിൽ ഒപ്പം ഉണ്ടാവുക. വളരെയധികം വിലപ്പെട്ടതാണ് നിങ്ങളെ സപ്പോർട്ട് എന്ന് പറയുന്നത്. നന്ദി മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.